നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗണേഷ് കുമാറും സുകുമാരൻ നായരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മീഡിയ വാർത്തകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ കൂടെ അസ്വാരസ്യങ്ങൾ തുടരുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. തന്നെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡയറക്ടർ ബോർഡിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ ബുദ്ധിമുട്ട് ഗണേഷ് കുമാർ വെളിപ്പെടുത്തുകയുണ്ടായി. ഇതുമാത്രമല്ല, സ്വന്തം കുടുംബത്തിലെ നെപ്പോട്ടിസം സുകുമാരൻ നായർ നടത്തുന്നുണ്ട് എന്ന് ഒരു കുടുംബത്തിൽ നിന്ന് ഏതാണ്ട് 44 പേരോളം ആൾക്കാർക്ക് ജോലി കൊടുത്തിരുന്നു. അതായത് സുകുമാരൻ നായരുടെ ബന്ധുക്കളായ 44ഓളം ആൾക്കാർക്ക് ജോലി കൊടുത്തു എന്നായിരുന്നു ആരോപണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്ത് ആചാര്യൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്. ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക് ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. അഴിമതി NSSൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 43 പേരെ NSSൽ നിയമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരാൾ മാത്രമല്ല, പല കോളേജുകളും പല സ്കൂളുകളും ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിനെ കുറിച്ചും പല സംശയകരമായ ചോദ്യങ്ങളും ഉയർത്തുകയുണ്ടായി. അതെല്ലാം അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് പറയാനൊന്നും ഞാനാണല്ല, എനിക്ക് അത്തരം കണക്കുകൾ അവൈലബിളുമല്ല. എങ്കിലും ഇത് പറയുന്ന ഗണേഷ് കുമാർ എങ്ങനെയുള്ള ആളാണ്, സുകുമാരൻ നായർ ഒരാൾ അവിടേക്ക് വന്നാൽ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നത് ഒരു നടനായ ഗണേഷ് കുമാർ കാണിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇവിടെ ഒരാൾ വന്നത്, ഇപ്പം നമ്മൾ പൂച്ച കറി വന്നാൽ പോലും അറിയും. എന്താ പൂച്ച എന്താ ഇവിടെ? ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്ന കേട്ടോ. ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരാണ് കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പം നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു പോയത്. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലൊരു കണ്ടല്ലോ. ഇങ്ങനെയാണ് ഒരാളെ സ്വീകരിക്കുന്നത് എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഇനി ഗണേഷ് കുമാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യയും PC ജോർജും മുന്നേ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. എന്ന് ചോദിച്ചു. അപ്പോൾ ട്രാപ്റ്റായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ കാലിലോട്ടങ്ങ് വീണിട്ട് മാപ്പ് ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി, ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇങ്ങനെയാണ് ഗണേഷ് കുമാർ. തീർച്ചയായും ഗണേഷ് കുമാറിന്റെ സ്വീകരണ രീതിയാണ് വളരെ ആഭികാമ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് വൃത്തിയായി മനസ്സിലാവും. സുകുമാരൻ നായർ ഒരു സമുദായത്തിന്റെ പ്രതിനിധിയായിരിക്കെ ചില സ്റ്റാൻഡുകൾ വൃത്തിയായും വ്യക്തമായും എടുത്തിരുന്നു. സമദൂരമാണ് എല്ലാ പാർട്ടികളിൽ നിന്ന് അവകാശപ്പെടുമ്പോൾ കൂടെ അദ്ദേഹം സ്ട്രോങ് ആയിട്ടുള്ള ഒരു BJP സ്റ്റാൻഡാണ് എടുത്തിരുന്നത് എന്നതിൽ ആർക്കും സംശയമില്ല. BJPയുടെ ശ്രീധരൻപിള്ളയെ ഒഴിച്ചുള്ള ഒരു നേതാവിനെയും അങ്ങോട്ട് അടുപ്പിക്കാറില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. സുരേഷ് ഗോപിക്കോ മറ്റു നേതാക്കൾക്കോ മന്ന സമാധിയിൽ വരാനോ പുഷ്പാർച്ചന നടത്താനോ അനുമതി നൽകാറില്ല. തങ്ങൾക്ക് പാർഷ്യാലിറ്റി ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം പലപ്പോഴും തങ്ങൾ സമദൂരത്തിലാണെന്നും ചില സന്ദർഭങ്ങളിൽ സമദൂരത്തിലെ ശരിദൂരം കണ്ടെത്തണമെന്നും പറയാറുണ്ട്. സമദൂരത്തിലെ ശരിദൂരം എന്നത് ഒരു പക്ഷേ LDFന് കൊടുക്കണമെന്നായിരിക്കാം, അല്ലെങ്കിൽ UDFന് കൊടുക്കണമായിരിക്കാം. അത് സൂചനകളാണ് നൽകുന്നത്. അവിടെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന ആൾക്കാണ് തൻ്റെ പിന്തുണ എന്ന് രഹസ്യമായി പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് സുകുമാരൻ നായർ ഈ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്താറ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ചെന്ന് പുഷ്പാർച്ചന നടത്തുന്നതിലൂടെ കോൺഗ്രസിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ BJPക്കോ തങ്ങളുടെ സപ്പോർട്ട് കിട്ടും എന്ന് കരുതിക്കൊണ്ടായിരിക്കണം ഇത്തരം പുഷ്പാർച്ചന സംഭവങ്ങൾ നടക്കുന്നത്. എന്നാൽ മറ്റ് സമുദായ സംഘടനകൾ, വിശേഷിച്ച് SN പോയ നേതാവ് NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്, സമുദായ സംഘടനകൾ തിന്നകയറി നിരങ്ങരുതെന്ന്. DPയിൽ നിന്ന് വ്യത്യസ്തമായി സുകുമാരൻ നായരെ വിമർശിക്കുമ്പോൾ ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായിരിക്കും അതിന് കാരണം? SNDP ജനറൽ സെക്രട്ടറിക്ക് നേരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിച്ചു എന്ന ഒരു ആരോപണമുണ്ട്. ഒരു സാമ്പത്തിക ക്രമക്കേടിൽ ഒരു ആൾ ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം കേസെടുക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നവരുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ധാരാളം പേർ യൂട്യൂബിൽ വരുന്നതായി കാണാം. എന്നാൽ സുകുമാരൻ നായർക്ക് അത്തരമൊരു സപ്പോർട്ടില്ലാതാണ്. എന്തായിരിക്കും ഇതിലെ ഒന്നാമത്തെ കാരണം? സുകുമാരൻ നായർ
LDFിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അവർ സുകുമാരൻ നായർക്ക് ഇത്തരം ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ തിരികെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്, സുകുമാരൻ നായർ സപ്പോർട്ട് ചെയ്തത് ജ്യോതികുമാർ ചാമക്കാലയാണ് ഗണേഷ് കുമാറിനെതിരെ. അതേപോലെ കോൺഗ്രസിലെ തന്നെ രമേശ് ചെന്നിത്തല, മുരളീധരൻ മുതലായവരെയാണ്. എന്നാൽ കോൺഗ്രസ് ഇന്ന് നേതൃത്വം അംഗീകരിക്കുന്നത് സതീശൻ്റെയാണ്. സതീശനാകട്ടെ സുകുമാരൻ നായരുമായി പ്രത്യക്ഷത്തിൽ അകൽപ്പിലുമാണ്. അഴിച്ചുവിട്ടിരിക്കുക കോൺഗ്രസ്. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ട എന്ന് മിക്ക കോൺഗ്രസ്സുകാരും കരുതി കാണാനാണ് സാധ്യത. ഇതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ നഷ്ടമായി. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത BJP ആണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ BJPക്ക് അനുകൂലമായ എന്തെങ്കിലും തീരുമാനങ്ങൾ സുകുമാരൻ നായർ എടുത്തിട്ടുണ്ടാവണം. എന്നാൽ ഉപരാഷ്ട്രപതിയെയോ സുരേഷ് ഗോപിയെയോ മന്നം സമാധി സ്ഥലത്ത് പുഷ്പാർച്ചന നടത്താൻ സമ്മതിക്കാതെ പരസ്യമായി എതിർക്കുന്നു എന്ന വരുത്തി തീർത്തിയതുകൊണ്ട് ഒരു BJPയും കാരണം സപ്പോർട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതായിരിക്കില്ല. ഈ സുരേഷ് ഗോപി ആരാ സാറേ? തൃശ്ശൂർ ചെന്ന് ഇപ്പോൾ അന്വേഷിച്ചാൽ അറിയാം. അവിടെ പോയി ആദ്യം ഒന്ന് ശുദ്ധീകരിക്കട്ടെ. ഒന്നും ചെയ്യാനൊന്നും ഇവരാരും ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. അതൊന്നും അല്ല. അത് ഇവര് വാസ്തവത്തിൽ ഇങ്ങനെ അതിനകത്ത് ഈ വൈസ് പ്രസിഡന്റ് ഇതിനകത്തൊരു കരുവാക്കിയത്. അതിന് പ്രധാന കാരണക്കാരൻ ഈ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. അതാണ് അതിനകത്തെ കാര്യം. ഇവിടെ ആ പണിയൊന്നും നടക്കുകയല്ല കുഞ്ഞി. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ലഭിച്ച സപ്പോർട്ട് സുകുമാരൻ നായർക്ക് ഉണ്ടാവുന്നതല്ല. NSSൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് ലഭിച്ചാൽ ആയി എന്നുള്ളതല്ലാതെ പുറമെ മറ്റു ആൾക്കാരിൽ നിന്നോ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ അദ്ദേഹത്തിന് സപ്പോർട്ട് ലഭിക്കുകയില്ല. വെള്ളാപ്പള്ളി നടേശനും NSSും ചേർന്ന് ഒരു ഹിന്ദു മുന്നണി പോലെ രൂപീകരിച്ച് CPMനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് NSS അതിൽ നിന്ന് പിൻവലിഞ്ഞത്. ഒരു മതേതരമായ സമീപനമായി വ്യാഖ്യാനിക്കാമെങ്കിലും അത് CPMന് ദോഷമായി ഭവിച്ചു, BJPക്ക് ഒരു കണക്കിന് ദോഷമായി ഭവിച്ചു എന്ന് മാത്രമല്ല, മുന്നേ അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 3 കൂകൾ കൂടിയാണ് കേരളം ഭരിക്കുന്നത് എന്ന വിവാദമായ പ്രസ്താവന ഒക്കെ പല മുസ്ലിം ലീഗുകാരുടെ മനസ്സിലുമുണ്ട് താൻ. അതുകൊണ്ട് ആ ഭാഗത്തുനിന്നും യാതൊരു സപ്പോർട്ടും ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. ചുരുക്കത്തിൽ സുകുമാരൻ നായർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്നിരുന്നാലും ഇത്തരം ആരോപണങ്ങൾ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. സത്യമുണ്ടെങ്കിൽ അത് അതിൻ്റെതായ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകട്ടെ. ഇല്ലെങ്കിൽ തീർച്ചയായും ഇത്തരം ദുരാരോപണം ഉന്നയിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല എന്ന് വ്യക്തമാക്കുന്നു. നന്ദി, നമസ്കാരം.